പ്രശ്നോത്തര രത്നമാലികയിൽ 20-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അവിടെ അവസാനം ചോദിച്ചു, ആരുടെ വശത്തിലാണ് പ്രാണിവർഗങ്ങളെല്ലാം, പ്രാണിഗണങ്ങളെല്ലാം? മറുപടി പറഞ്ഞു, സത്യപ്രിയ ഭാഷിയും വിനീതനുമായവൻ്റെ വശത്തിലാണ്. അടുത്ത ചോദ്യം, ക്വസ്ഥാതവ്യം, സ്ഥാതവ്യം എവിടെയാണ് നിൽക്കേണ്ടത്? സ്ഥാതവ്യം എന്നുള്ള വാക്കിനർത്ഥം നിൽക്കേണ്ടത് എന്നല്ല, നിൽക്കപ്പെടേണ്ടത് എന്നാണ്, സ്ഥിതി ചെയ്യപ്പെടേണ്ടത്. അതായത് നമ്മുടെ നിലപാട് എന്തായിരിക്കണം? വ്യത്യസ്ത സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ, നമ്മുടെ മക്കൾ, അല്ലെങ്കിൽ നമ്മുടെ രക്ഷിതാക്കൾ, നമ്മുടെ സഹോദരങ്ങളെന്ന് വേണ്ട അത്യന്തം ബന്ധത്തിൽപ്പെട്ടവർ ഉൾപ്പെടുന്ന പ്രശ്നങ്ങളും വിഷയങ്ങളുമായിരിക്കും. ഒരു ഭാഗത്ത് അവരായിരിക്കും, ഒരു ഭാഗത്ത് അല്ലാത്തവരായിരിക്കും. ഇനി ചിലപ്പോൾ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കാം, രണ്ട് ഭാഗങ്ങളിൽ നമ്മുടെ സഹോദരങ്ങൾ തന്നെയായിരിക്കും, അഥവാ മാതാപിതാക്കളായിരിക്കും. അങ്ങനെ ഇരുപക്ഷങ്ങളായിട്ട് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മുടെ നിലപാട് എന്തായിരിക്കണം? ഇത് രാഷ്ട്രീയ മേഖലയിൽ വരാം, സാമൂഹിക ജീവിതത്തിൻ്റെ ഏതൊരു മേഖലയിലും ഇത് വരാം. പരസ്പരം വ്യത്യസ്ത അഭിപ്രായങ്ങളിൽ അഥവാ എതിരഭിപ്രായങ്ങളിൽ നിലകൊള്ളുന്നവരോട് നമുക്ക് ഒരുപോലെ ബന്ധപ്പെടേണ്ടി വന്നേക്കാം. അഥവാ അത്തരം രണ്ട് പക്ഷങ്ങൾ മുമ്പിലില്ലെങ്കിൽ പോലും താൻ എവിടെ നിലകൊള്ളണം, ഏത് ഭാഗത്ത് നിലകൊള്ളണം, എന്ത് ചെയ്യണം, ഈ വിഷയത്തെക്കുറിച്ച് പലപ്പോഴും നമുക്ക് സന്ദേഹമുണ്ടാവാം. ആ സന്ദേഹമാണ് ഈ ചോദ്യത്തിലൂടെ വെളിപ്പെടുത്തിയിട്ടുള്ളത്. സ്ഥാതവ്യം, എവിടെയാണ് നിലകൊള്ളേണ്ടത്? അതിന് മറുപടി ന്യായേ പഥി, ന്യായമായിരിക്കുന്ന വഴിയിൽ. നമ്മുടെ മുമ്പിലുള്ള ഇരുപക്ഷങ്ങൾ ആരോ ആവട്ടെ, അതെത്ര പ്രിയപ്പെട്ടവരോ ആകട്ടെ, ഏത് ബന്ധുജനങ്ങളോ ആവട്ടെ, നാം നിലകൊള്ളേണ്ടത് ന്യായത്തിൻ്റെ വഴിയിലാണ്. എന്താണ് ന്യായം എന്ന് നമുക്കറിയും. അപ്പം നമ്മുടെ ബുദ്ധി അനുസരിച്ച്, അഥവാ നമ്മുടെ ബുദ്ധി കൊണ്ട് നിർണ്ണയിക്കാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ വിദ്വാൻമാരോട് ചോദിച്ച് മനസ്സിലാക്കി ഏതാണ് ന്യായമായ മാർഗമെന്ന് നിർണ്ണയിക്കണം, നിർബന്ധമാണ്. അങ്ങനെയുള്ള ന്യായമായ വഴിയിലാണ് നിലകൊള്ളേണ്ടത്. യഥോ ധർമ്മ തതോ ജയ എന്ന വാക്യം മഹാഭാരത പ്രസിദ്ധമാണ്. എവിടെ നിന്നാണോ ധർമ്മം സമുദ്ഭവിക്കുന്നത് അവിടെ നിന്ന് തന്നെയാണ് ജയവും. ജയത്തിൻ്റെ കാരണവും ധർമ്മത്തിൻ്റെ കാരണവും ഒന്ന് തന്നെയാണ്. ധർമ്മത്തെ നിയമിക്കുന്നതും ജയത്തെ നിയമിക്കുന്നതും ഒരേ ശക്തി തന്നെയാണ്. എപ്പോഴും നമ്മൾ ധർമ്മത്തിൻ്റെ, ന്യായത്തിൻ്റെ ഭാഗത്ത് നിലകൊള്ളണം. ഇവിടെ ന്യായേ പഥി, പഥി എന്ന് പറഞ്ഞ വഴിയിൽ എന്ന് പറഞ്ഞ് നിർത്താതെ ആ ന്യായമായ വഴിക്ക് ഒരു വിശേഷണം കൊടുക്കുകയാണ്. ദൃഷ്ടാദൃഷ്ടലാഭാഢ്യേ, ദൃഷ്ടവും അദൃഷ്ടവുമായ ലാഭത്താൽ പ്രകാശിതമാകുന്ന വഴിയിൽ. താത്പര്യം, പലപ്പോഴും നമുക്ക് ലോകത്തിൽ ജീവിക്കുമ്പോൾ അന്യായത്തിൻ്റെ മാർഗത്തിൽ ചരിക്കുന്നതാണ് താത്കാലികമായ പ്രയോജനമെന്ന് തോന്നും. അന്യായം ചെയ്യുമ്പോൾ ലാഭമുണ്ടെന്നും ന്യായത്തിൽ നിലകൊള്ളുന്നവർക്ക് വളരെ കഷ്ടപ്പാടുകളാണെന്നുമൊക്കെ നമുക്ക് തോന്നും. അങ്ങനെയാണ് നമ്മുടെ മനസ്സ് നമ്മളോട് പറഞ്ഞു തരിക. കാരണം മനസ്സെപ്പോഴും എളുപ്പ വഴി തേടുന്ന ആളാണ്. അതുകൊണ്ട് ന്യായത്തിൽ നിലകൊള്ളുന്നവർക്ക് ക്ലേശമാണല്ലോ, അന്യായം ചെയ്യുന്നവർക്ക് ലാഭമാണല്ലോ എന്നെല്ലാം നമ്മുടെ മനസ്സ് പറഞ്ഞു തന്നെന്ന് വരും. പക്ഷെ ഒന്ന് ഓർമ്മിക്കണം, ദൃഷ്ടാദൃഷ്ട പ്രയോജനങ്ങൾ ധർമ്മത്തിൻ്റെ, ന്യായത്തിൻ്റെ അവലംബനം കൊണ്ട് മാത്രമേ നേടാൻ കഴിയൂ. ദൃഷ്ടം ഈ ലോകത്തിൽ അനുഭവിക്കപ്പെടുന്നത്, അറിയപ്പെടുന്നത്, കാണപ്പെടുന്നത്. അന്യായത്തിൻ്റെ വഴിക്ക് പോയാൽ ചിലപ്പോൾ ഭൗതിക സമ്പത്ത് വല്ലതൊക്കെ വന്നെന്ന് വരും, ഭൗതികരീത്യാ വലിയ സമ്പന്നനാവാൻ കഴിഞ്ഞെന്ന് വരും. പക്ഷേ ആ സമ്പത്തിൻ്റെ സമാർജനം പോലെ തന്നെ അതിൻ്റെ വിനിയോഗവും ദുഃഖപ്രദമായിരിക്കും. നീറി നീറി കഴിയുകയായിരിക്കും ആന്തരികമായിട്ട് ആ വ്യക്തി. സ്വസ്ഥത, സമാധാനം, ശാന്തി,
സന്തോഷം, ഇതൊന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് ന്യായത്തിൻ്റെ മാർഗത്തിലൂടെ ആർജിച്ചത് എത്ര ചെറുതാണെങ്കിലും അയാൾക്ക് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ശാന്തി, സമാധാനവും സൗഖ്യവും ഉണ്ടാവും. അയാൾക്ക് മനസ്സാക്ഷി കുത്തുണ്ടാവില്ല, അയാൾക്ക് വേവലാതികൾ ഉണ്ടാവില്ല. അതുകൊണ്ട് ദൃഷ്ടമായിരിക്കുന്ന പ്രയോജനം, ദൃഷ്ടമായിരിക്കുന്ന അർത്ഥം ന്യായമാർഗത്തിൽ ചരിക്കുന്നവന് മാത്രമാണ്. അതുപോലെ തന്നെയാണ് അദൃഷ്ടമായ ഫലവും. അദൃഷ്ടം ഈ ലോകത്തിൽ നമ്മൾ കാണാത്തതാണ്, പരലോകഗതി. പരലോകവും പരലോക സൗഖ്യവുമൊക്കെ ന്യായത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്കാണ്. അതുകൊണ്ട് ഇവിടെ ന്യായപഥത്തെ വിശേഷിപ്പിക്കുകയാണ്, ദൃഷ്ടാദൃഷ്ട ലാഭങ്ങളാൽ പ്രകാശിതമാകുന്നതാണ് ന്യായത്തിൻ്റെ മാർഗമെന്ന്. ദൃഷ്ടാദൃഷ്ട ലാഭാഢ്യേ. അങ്ങനെയുള്ള ന്യായത്തിൻ്റെ പഥി, ന്യായത്തിൻ്റെ വഴിയിലാണ് എപ്പോഴും നിലകൊള്ളേണ്ടത്. ഇതാണ് ചോദ്യത്തിനുള്ള മറുപടി. തുടർന്ന് 21-ാമത്തെ ശ്ലോകം. കോന്ധോ യോ കാര്യരത കോ ബധിരോ യോ ഹിതാനി ന ശൃണോതി കോ മുകോ യഃ കാലേ പ്രിയാണി വക്തും ന ജാനാതി. കോന്ധോ യോ കാര്യരത കോ ബധിരോ യോ ഹിതാനി ന ശൃണോതി കോ മുകോ യഃ കാലേ പ്രിയാണി വക്തും ന ജാനാതി. ഒന്നാമത്തെ ചോദ്യം, കഹ അന്ധഃ? ആരാണ് കണ്ണ് കാണാത്ത ആൾ? അന്ധനാരാണ്? യഹ അകാര്യരതഃ. അകാര്യരതനാണ് അന്ധൻ. എന്താണ് അകാര്യരതൻ? കാര്യം ചെയ്യേണ്ടത്, അകാര്യം ചെയ്യരുതാത്തത്. അപ്പം ചെയ്യരുതാത്തതിൽ തന്നെ രതി ചെയ്ത്, ചെയ്യരുതാത്തതിൽ തന്നെ താത്പര്യത്തോടു കൂടി പ്രവർത്തിക്കുന്നവൻ, ജീവിതത്തിൽ എപ്പോഴും ചെയ്യരുതായ്മകൾ മാത്രം ചെയ്യുന്നവൻ, അവനാണ് അന്ധൻ. കാരണം നമുക്ക് വിവേകമാണല്ലോ സവിശേഷമായ ശക്തി, വേണ്ടതും വേണ്ടാത്തതും തിരിച്ചറിയാനുള്ള കഴിവ്. എന്നിരിക്കെ ചെയ്യരുതാത്തത് തന്നെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവന് വിവേകമില്ല, അവന് മനുഷ്യത്വമില്ല. അതുകൊണ്ട് അവനാണ് ഏറ്റവും വലിയ അന്ധൻ എന്ന് പറയുകയാണ്.